നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ദൈവത്തിന്റെ സ്വന്തം നാടിനെ നാണക്കേടിന്റെ കൊടുമുടിയിലേറ്റി ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ മറ്റൊരു ആശ്രയവുമില്ലാതെ സമൂഹത്തിൽ ദുരിത ജീവിതം നയിക്കുന്ന പട്ടിണി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി നാണം കെട്ടവർ. ഒരു മാസം തള്ളി നീക്കാൻ കാത്തിരുന്ന് ലഭിക്കുന്ന 1600 രൂപ ഒരു ലജ്ജയുമില്ലാതെ പോക്കറ്റിലാക്കി 1458 ജീവനക്കാർ, ഗസറ്റഡ് ഓഫീസർമാർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ പട്ടികയിൽ. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ 373 പേർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 224 പേർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124, ആയുർവേദ മേഖലയിൽ നിന്ന് 114, മൃഗസംരക്ഷണ വകുപ്പിൽ 74, പൊതുമരാമത്ത് വകുപ്പിലെ 47 പേർ കൈയിട്ട് വാരുന്നവർ. കർശന നടപടി സ്വീകരിക്കുമെന്ന് ധനവകുപ്പ്. പലിശയടക്കം പണം തിരിച്ചുപിടിക്കുമെന്നും പ്രഖ്യാപനം. സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സർവീസ് സംഘടനകൾ. ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പ് ഇനി സ്വപ്നമാകാൻ സാധ്യത. സ്വരം കടിപ്പിച്ച് വീണ്ടും ഹൈക്കോടതി. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് അനിവാര്യമായ മതചടങ്ങല്ലെന്ന് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും A ഗോപിനാഥുമടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ 14-ന് പുറപ്പെടുവിച്ച വിശദമായ നിർദ്ദേശങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം അനാവശ്യം. കോടതിയെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ല. എഴുന്നള്ളിപ്പുകൾ നിരീക്ഷിക്കാൻ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കും. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കനത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും മുന്നറിയിപ്പ്. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ ലോറി ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതമൊഴി പുറത്ത്. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് ക്ലീനർ അലക്സ്. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നുവെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചു. കൂട്ട നിലവിളി ഉയർന്നപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും മൊഴി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് പോലീസ്. ചേലക്കരയുടെ നിയുക്ത MLA UR പ്രദീപ് ഡിസംബർ 4-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 12-ന് നിയമസഭാ മെമ്പേഴ്സ് ലോഞ്ചിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങെന്ന് സ്പീക്കർ ഷംസീറിന്റെ ഓഫീസ് വൃത്തങ്ങൾ. പാലക്കാട് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിലും മണ്ഡലത്തിന്റെ പുതിയ MLA-യാകും. UR പ്രദീപ് MLA പദവിയിലെത്തുന്നത് ഇത് 2ാം തവണ. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ റോമിലേക്ക്. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിൽ ചിറമലച്ചൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. കുറുമാൽ കിഡ്നി ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് അച്ഛന് യാത്രയയപ്പ്. ഭരണമുഖം മാറിയതോടെ വിവാദങ്ങളില്ലാത്ത മികവിന്റെ കേന്ദ്രമായി മുളങ്കുന്നത്തുകാവ് സർക്കാർ മെഡിക്കൽ കോളേജ്. അതിസങ്കീർണമായ ചികിത്സാരംഗത്ത് അനുദിനം പുത്തൻ ഉയരങ്ങൾ കീഴടക്കി ആതുരാലയം. അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ആദിവാസി യുവാവിന് പുതുജന്മം നൽകി അഭിനന്ദന കൊടുമുടിയേറി ഡോക്ടർമാരുടെ പട. ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയത് ഹൃദയത്തിൽ നിന്ന് നേരിട്ട് പുറപ്പെടുന്ന ധമനിയായ സബ്ക്ലേവിയൻ ആർട്ടറിക്ക് ഗുരുതരമായി പരിക്കേറ്റ 24-കാരനെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അഭിനന്ദന പ്രവാഹം. മുണ്ടത്തിക്കോട് ദേവീവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ രുചിയുടെ സുന്ദര ലോകം തീർത്ത് 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ.
വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ വേറിട്ട രുചി വൈവിധ്യമായി സ്കൂളിലെ പാചകക്കാരി നിർമ്മല ബാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നട്ടെല്ലായ ഭരണഘടനയ്ക്ക് നവസമൂഹത്തിന്റെ ആദരം. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഭരണഘടനയുടെ ആമുഖമൊരുക്കി. നവസന്ദേശമായി രാജ്യസ്നേഹ പരിപാടി. ഉത്സവ നിറവിൽ അനാച്ഛാദനം. നേതൃത്വം നൽകിയത് സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ്. ഈ സുന്ദര ലോകത്ത് എനിക്കിനി കുറച്ചു സമയം മാത്രം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ എല്ലാ പദവികളും രാജിവെക്കുകയാണെന്ന് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുറിപ്പിന് പിന്നാലെ വിവാദം. സച്ചിദാനന്ദന്റെ രാജിക്കത്തോ അറിയിപ്പോ ലഭിച്ചിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറിയുടെ വിശദീകരണം. അടുത്തയാഴ്ച സച്ചിദാനന്ദൻ അക്കാദമിയിൽ എത്തുമെന്നും സെക്രട്ടറി. നാട്ടികയിൽ നിന്ന് വീണ്ടും വേദനാജനകമായ വാർത്ത. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. സ്കൂട്ടർ യാത്രികൻ ചാവക്കാട് തിരുവത്ര സ്വദേശി 23-കാരൻ ശ്രീഹരിയാണ് ദുരന്തത്തിനിരയായത്. കല്ലൂർ ചുങ്കത്ത് റോഡിലേക്ക് പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ തൃക്കൂർ ആളൂർ സ്വദേശി ആക്ഷിക്കിന് പരിക്കേറ്റു.